കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കുമെന്ന് പറഞ്ഞ അലസിൻ്റെ കർത്താവ് നിൻ്റെ വഴിയാത്ര നിനക്ക് മുമ്പേ പോവുകയും ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് നിൻ്റെ വഴിയാത്ര നടത്താൻ കർത്താവ് നിന്നെ പ്രാർത്ഥനയായി പൂരിതമാക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, നീ പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിനക്ക് പകൽ മേഘസ്തംഭവും രാത്രി തീർത്തുറുമായി നയിച്ച ദൈവത്തിൻ്റെ ചരിത്ര ചൈതന്യം നിന്നെ ചുഴന്നു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ സംസാരിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മ നിറയട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തി പരിശുദ്ധാത്മ നിറയട്ടെ. നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ഈ വഴിയെ ഇതിനു മുമ്പ് നീ പോയിട്ടില്ല, നീ പോകേണ്ട ഒരു പുതിയ വഴി ഞാൻ നയിക്കുന്നതല്ല ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം നിൻ്റെ ജീവിതത്തിലെ നീ പോകുന്ന വഴിക്ക് നിനക്ക് നീ നയിക്കപ്പെടേണ്ട പുതിയ വഴികളെ കർത്താവ് നിന്നെ കാണിച്ചു തരികയും നിന്നെ സഹായിക്കുന്ന പുതിയ ദൂതന്മാരെ കർത്താവ് നിൻ്റെ വഴിയാത്രയിൽ സമാന്തരമായിട്ട് യാത്രയാക്കുകയും നിൻ്റെ സംരംഭങ്ങളെല്ലാം അവൻ ചെയ്തതെല്ലാം കർത്താവ് ശുഭമാക്കുകയും ചെയ്തെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശുഭോദർക്കമായ ആശംസകൾ അക്ഷരാർത്ഥത്തിൽ നിൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ട് നീ കണ്ണീരോടെ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു. നീ ജീവിതത്തിലെ സന്തോഷത്തോടെ ആർഭാടത്തോടെ കൊയ്തക്കറ്റയുമായി തിരിച്ചു വരാൻ കർത്താവിൻ്റെ നാമത്തിൽ വിജയത്തിൻ്റെയും മരണത്തിൻ്റെയും ജീവൻ്റെയും പുനരുദ്ധരിച്ചതിൻ്റെ വിജയത്തിൻ്റെ അടയാളമായ സിലുവായുടെ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. അതായത് ജോഷുവയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിയുടെ പരാധീനതകൾ കണ്ടെത്തുന്നത്. എന്തുകൊണ്ട് ഉടമ്പടി എത്രയും വേഗം നിറവേറ്റാൻ ഒരു വ്യക്തിയുടെ നിലപാട് എന്താണ്, എന്ത് നിലപാട് കൈവരിച്ചാൽ ഉടമ്പടി പെട്ടെന്ന് ആക്റ്റീവ് ആകുമെന്നുള്ളത് ജോഷുവയാണ് പറയണത്. ഇതാണ്, നിങ്ങൾ പിറുപിറുക്കരുത്, പിന്നെന്താണ്, മത്സരിക്കരുത്. അതായത് പിറുപിറുപ്പ് സ്വന്തം കഴിവുകേടിനോടാകാം, മറ്റുള്ളവരോട് അസൂയയാകാം. അതുപോലെ മത്സരിക്കണത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമമാകാം. അതെല്ലാം ഉടമ്പടിയിൽ നമ്മുടെ വില്ലത്തരങ്ങളായിട്ട് വരും. അതായത് പുറപ്പാട് 15:24 ഈജിപ്തിൽ നിന്ന് പോകുന്ന ജനം 3 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കിട്ടിയില്ല. അപ്പോൾ ജനം പിറുപിറുത്തു. ഈ ഉടമ്പടിയിൽ വരുന്നൊരു വിഷയമാണത്. അതുകൊണ്ടാണ് മാറായിലെ വെള്ളം കഴിക്കാൻ കാര്യം. അനുഭവിക്കാൻ യോഗ്യതയില്ലല്ലോ അവന്മാരെ. പിറുപിറുത്താൽ മത്സരിച്ചാൽ വെള്ളം കിട്ടിയാലും കഴിച്ചു പോകും. നിസ്സാരമല്ലേ പിറുപിറുപ്പേ. മത്സരം അങ്ങനെയാണ്. നമുക്ക് ജോലി കിട്ടും, നമ്മൾ കല്യാണം കഴിക്കും, പക്ഷെ സമാധാനം ഉണ്ടാകത്തില്ല. മക്കളുണ്ടാവും, അവരത് നമ്മൾ അനുസരിക്കത്തില്ല. എന്താണ്? ദൈവത്തോടെ മറുതലിപ്പാണ്. നിയമാവർത്തനം 9:7 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കോപിപ്പിച്ചത് എങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ. അത് മറക്കരുത്. ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നത് വരെ നിങ്ങൾ കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു. ചില ആൾക്കാർ കർത്താവിനെ മത്സരിക്കുക, പ്രാർത്ഥിക്കും. പിന്നെ പ്രാർത്ഥിക്കുന്നവർക്കാണ് അതെല്ലാം കിട്ടണത്, പ്രാർത്ഥിക്കുന്നവരാണ് ജയിക്കണത്, പ്രാർത്ഥിക്കുന്നവരാണ് ജോലി കിട്ടണത്, പ്രാർത്ഥനയിലേക്ക് കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറയത്തില്ലേ. ചില ആൾക്കാർ 2 വെള്ളിക്കും ചവിട്ടും. നമ്മളിപ്പോൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ മാത്രം നിൽക്കണം. അതിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ഉത്തരം താമസിച്ചു പോയാൽ അവർക്ക് കിട്ടിയല്ല, ഇവർക്ക് കിട്ടിയല്ല, അവർ പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയത്, അവർക്ക് ഉടമ്പടി എടുത്തിട്ടാണ് കിട്ടിയത്, എന്നിട്ട് അവർ കേടായി പോയല്ലോ, ഞാനിതെല്ലാം കഷ്ടപ്പെട്ടിട്ടില്ലേ, എന്നിട്ട് അത് എനിക്കൊന്നും കിട്ടിയില്ല. ഇതാണ് മറുതലിപ്പെന്ന് പറയുന്നത്. മറിച്ച് നമുക്കറിയില്ല, ഉടമ്പടിയുടെ ഏറ്റവും വലിയ നിയോഗം എന്താണ്? ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല, ദൈവം തന്നെയാണ്. ഈ ദൈവം തന്നെയാണ് ഉടമ്പടി ഏറ്റവും വലിയ നിയോഗങ്ങൾ എന്ന് നീ തിരിച്ചറിയുന്നവരെ മറുതലിച്ചുകൊണ്ടേയിരിക്കും ചിലരെ. ദൈവത്തോടുള്ള മറുതലിപ്പ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ഈ മോസസ് ജനങ്ങളോട് സംസാരിക്കത്തില്ലേ, അന്ന് മൈക്കില്ലല്ലോ. അത് കാരണം ഈ ആൾക്കാർ പറഞ്ഞ് പിടിപ്പിക്കണമെങ്കിൽ 50 പേരോട് പറഞ്ഞിട്ട് 50 പേര് മറ്റ് 50 പേരോട് പറഞ്ഞ് അവർ അപ്പുറത്ത് 50 പേരോട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആദ്യകാലങ്ങളിലൊക്കെ ഈ വചനം പ്രസംഗിക്കണത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറിട്ട് നിൽക്കുന്ന ഒരാൾക്കാരുണ്ട്. അവരാണ് മറുതലിപ്പുകാർ, പുറകെ നിൽക്കുന്ന ആൾക്കാർ. ചില ആൾക്കാർ വചനം കേൾക്കാൻ വേണ്ടി അടുത്ത് വരാൻ പറയത്തില്ലേ, വചനം കേൾക്കാൻ വേണ്ടി അടുത്ത് വരിക എന്ന് പറയും. അത് വചനത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വാക്കാണ് അകന്ന് നിൽക്കുന്നവൻ എല്ലാ നല്ല കാര്യങ്ങളോടും മറുതലിക്കുന്നു. അപ്പോൾ ഈ ആരാണ് മറുതലിക്കണത്? സുഭാഷിതങ്ങൾ 18 എടുത്തേ. വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കുന്നു. അപ്പോൾ ഈ മറുതലിപ്പ് മനസ്സിലായില്ലേ? വേറിട്ട് നിൽക്കുന്നവനാണ്
മറുതലിച്ച് നിൽക്കുന്നത്. ഈ ദൈവത്തോട് ഈ ഈ ഈ പുറപ്പാട് യാത്രയിൽ മറുതലിപ്പ് ഉണ്ടായിരിക്കുന്ന ആരിൽ നിന്നാണ്? വേറിട്ട് നിന്നവരിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. മോശത്തെ പറയുമ്പോൾ വേറെ വേറെ കാര്യം പറഞ്ഞുകൊണ്ട് പുറകിൽ കൊണ്ട് കുത്തിരിക്കും, ഗ്രൂപ്പ് കൂടി കുടും കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരാ മറുതലിച്ചിരുത്. എന്ത് പറ്റി? മരുഭൂമി മരിച്ചു വീണ് അവന്മാരെ അടക്കിക്കൊണ്ട് അവന്മാരുടെ പുറത്തോട്ട് കയറിക്കൊണ്ടാണ് പിന്നീട് ബാക്കിയുള്ള ജനം, അവരുടെ മക്കള് അതാണ് നാട് പ്രവർത്തിക്കുന്നത്. അപ്പം മറുതലിപ്പത്തെ നല്ല സുഖമുള്ള ഏർപ്പാടല്ല. വേറിട്ട് നിൽക്കാൻ നിൽക്കണം. കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള, വേറിട്ട് നിൽക്കാതിരിക്കാനുള്ള നടപടിക്രമമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്രയും വളരെ നിശ്ചിതമായ രീതിയിൽ, ഒത്തുതീർപ്പില്ലാത്ത രീതിയിൽ സുവിശേഷവിഹിതമായി സംസാരിക്കണം? അപ്പം നിങ്ങൾ ഓർക്കും ഇത് നോൺ പ്രാക്ടിക്കൽ ആണല്ലോ എന്ന് ഓർക്കും. ഒരു ഏറ്റവും ഈസിയായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ വോളിയം ഓഫ് ലവ്, ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തിന് ഫസ്റ്റ് റെഫറൻസ് വരണം. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ നിറവേറുക എന്നല്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധറാകരുത്. അത് ഓൾറെഡി നമ്മൾ മാതാവിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ച് കഴിഞ്ഞു ഓൾറെഡി. ഇനി നമ്മുടെ സബ്ജക്റ്റ് അല്ലത്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നിലവാരത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ ഉന്നതമായ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 13:5 വായിച്ച്, 1 Corinthians 13:5, 13:6, 13:7 വായിച്ചു. 1 Corinthians 13:5 മുതലുള്ള തിരുവചനങ്ങൾ. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. ലോകത്തിലെ ഒരു സാഹിത്യത്തിൽ പോലും ഈ ഭൂമിയിൽ പുലരേണ്ട ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത്രയും സ്കാൻ ചെയ്തിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു വെളിപാട് കാണത്തില്ല. എന്താണ് അവസാനം പറയണത്? സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നുവെന്നാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് പല കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആ ലവ് ലെവലിലായെന്നറിയണം. പല കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമ്പോൾ ജീവിതത്തിൽ അതിജീവിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ദൈവം തരും. അത് നിങ്ങളുടെ ലവ് ലെവൽ അറിയാൻ വേണ്ടിയാണ്. അല്ലാതെ ദൈവം നിങ്ങളെ സങ്കടപ്പെടുത്താനോ വിഷമിക്കാനോ അല്ല. ഉടമ്പടിയിലാണെങ്കിൽ പോലും ചില സമയത്ത് ചില ഡോസ് തരും, നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ ഓർക്കുക, എന്താണ്? അത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, നിങ്ങളുടെ ലവ് ലെവല് കൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തോബിത്ത് പോകണല്ലേ, തോബിത്ത് പറഞ്ഞിട്ട് തോബിയാസ് പൈസ വാങ്ങിക്കാൻ വേണ്ടി, വെള്ളി മേടിക്കാൻ വേണ്ടി പോകണ വഴിക്ക് എന്നാ പറ്റും? ടൈഗ്രീസ് നദിയിൽ ഇറങ്ങി കുളിക്കും. നോക്കിയേ, ഇപ്പോൾ വഴിക്ക് പോവുകയാണ്, പോണ വഴിക്ക് ഉണ്ടാകുന്ന ഇൻഡാസ് കണ്ടില്ലേ? നോക്കി വായിച്ചേ. തോബിത്ത് 6:1 മുതലുള്ള തിരുവചനങ്ങൾ. തോബിത്ത് 6:1 മുതലുള്ള തിരുവചനങ്ങൾ. അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു. തോബിയാസ് കുളിക്കാൻ നദിയിലിറങ്ങി. അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി, അത് അവനെ വിഴുങ്ങിക്കളയുമായിരുന്നു. അപ്പൊ ചില്ലറ മത്സ്യമല്ല കേട്ടോ, 10-70 കിലോ തൂക്കമുള്ള ആളാണ് തോബിയാസ്. അപ്പം അവനെ വിഴുങ്ങണമെങ്കിൽ ഒരു 100 കിലോ തൂക്കമുള്ള മത്സ്യമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തൂക്കത്തിനൊത്ത പ്രശ്നമല്ല നമുക്ക് ഉണ്ടാകണത്, ഓർത്തേക്കണം. നമ്മുടെ തൂക്കത്തിനൊത്ത കഴിവിനൊത്ത പ്രശ്നമല്ല നമുക്ക്. നമ്മുടെ കഴിവിനൊത്താണെങ്കിൽ പ്രശ്നമല്ലല്ലോ. പ്രശ്നമാണെങ്കിൽ യഥാർത്ഥത്തിൽ വരണത് ഇപ്പം 70 കിലോ തൂക്കമുണ്ട് തോബിയാസിന്. അവന് വിഴുങ്ങാൻ തന്നെ മത്സ്യത്തിനെന്ന് പറയുമ്പോൾ 70 കിലോനാണോ ഉള്ളത്? അല്ല, അതിന് 100-300 കിലോനുണ്ടാകും. വലിയ സാധനമാണത്. അപ്പോൾ ഇവനെ വിഴുങ്ങുമെന്നാകുമ്പോഴുണ്ട് അസറിയാസ് എന്ന് പറയുന്ന ദൂതൻ ഇവരെ കൊണ്ടുവന്ന് ദൈവം ഏൽപ്പിച്ച ഒരാളാണ്. ദൂതൻ കരക്ക് നിൽക്കുന്നുണ്ട്. ഈ മത്സ്യം വെള്ളത്തിൽ ഇറങ്ങി കുളിക്കണ തോബിയാസിനെ വിഴുങ്ങാൻ വേണ്ടി ഈ ഭീമാകാരമായ മത്സ്യം വരുമ്പോൾ തോബിയാസ് പേടിച്ചിട്ട് കരക്ക് നോക്കും, ദൂതനിടയ്ക്ക് നോക്കും. ദൂതൻ പറയും അതിനൊക്കെ പിടിക്കാൻ പറയും. അതാണ് വിഷയം. അതിനെ പിടിച്ച് കരക്കിടാൻ പറയും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യന്, അത്രയും നേരം ഭയം കൊണ്ടിരുന്ന മനുഷ്യന് ഇതിനെ പിടിക്കാനുള്ള ആവേശവും ആരോഗ്യവും കിട്ടും.
ഒരു പ്രശ്നം ഉടമ്പടിക്കാലത്ത് ഉണ്ടാകുമ്പോൾ ഓർക്കണം, അത് തരണം ചെയ്യാനുള്ള കഴിവ് ദൈവം നിന്നിൽ വളർത്തിയിരിക്കുന്നെന്ന്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, നന്ദി, മഹത്വം, യേശുവേ സ്തുതി. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ വലിയ യേശുവേ വചന സ്തുതി. വെളിപാട് യേശുവേ നന്ദി ആരാധന, പറയുന്നു. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, എന്നെ ഹല്ലേലൂയ. തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ. എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ. കനിവിൻ കടലേ, എനിക്കൊന്നും നീ അഭയം. കരുവിൻ കനിവിൻ കടലേ, എനിക്കെന്നും നീ അഭയം. എന്നെ തേടി എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ. എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ. കനിവിൻ കടലേ, നിറയൂ എൻ കരളിൽ. കനിവിൻ കടലേ, നിറയൂ എൻ കരളിൽ. എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ. എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ. കനിവിൻ കടലേ, നിറയൂ എൻ കരളിൽ. കരുവിൻ കടലേ, കനിവിൻ കടലേ, നിറയൂ എൻ കരളിൽ. ഇത്രയും നേരം അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ദൈവം അനുഭവിച്ചത് തന്നെ. എൻ്റെ വഴക്ക് പറയണമെന്ന് നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുതേ. അത് നിങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ അത് നീരസമായിട്ട് എടുക്കരുത് നിങ്ങൾ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ്. പക്ഷേ എൻ്റെ മക്കളത് കറക്റ്റായിട്ടാണ് അത് ചെയ്യണത്. ഞാൻ പറയുന്ന വോളി ഓഫ് ലവ് അത്രയും കടുത്ത ദൈവത്തിന് നമ്മളെ സംശയിക്കാൻ പറ്റാത്ത അത്രയും ദൈവത്തിന് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം. അത്രയും ദൈവസ്നേഹത്തോടെയാണ് എൻ്റെ മക്കളെ ചെയ്യണമെന്നുണ്ടെങ്കിലേ. ഇപ്പം തന്നെ ഈ മത്സ്യത്തിൻ്റെ കാര്യം കണ്ട, ഇത് അപ്രതീക്ഷിതമായി വന്നതാണ്. 70 കിലോ തൂക്കമുള്ള തോബിയാസിനെ പിടിക്കാൻ 100 കിലോ തൂക്കമുള്ള മത്സ്യം വായും പൊളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ തോബിയാസ് കരക്ക് നോക്കി പേടിച്ച് നോക്കുമ്പോൾ പറയും അവനക്കത് പിടിക്കാൻ പറയും. ഉടനെ ഈ വലിയ മത്സ്യത്തെ പിടിക്കാനുള്ള ശക്തി ഈ തോബിയാസിന് കിട്ടും. അതിൻ്റെ അർത്ഥം ഉടമ്പടി കാലത്ത് നിനക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ആ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ശക്തി കർത്താവ് നിനക്ക് തന്നുവെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാണ്. കൈയടിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഉടമ്പടിയിലൂടെ ഞങ്ങളെ എന്നെ ശക്തിപ്പെടുത്തുന്ന തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ. എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ. കനിവിൻ കടലേ, നിറയൂ എൻ കരളിൽ. കടലേ, കനിവിൻ കടലേ, നിറയൂ എൻ കരളിൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് ഈ തോബിയാസ് മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടിട്ട് തോബിയാസ് പിന്നെ ദൂതനോട് ചോദിക്കും, വട ഐ ഷുഡ് നാവോ, ഇനി എന്താ ചെയ്യേണ്ടത്? ഉടനെ പറയും ഇതിൻ്റെ ചങ്കും കരളും പറിച്ചെടുക്കാൻ പറയും. ആ പ്രശ്നത്തിൻ്റെ ചങ്കും കരളും ഇയാൾ പറിച്ചെടുത്തിട്ട് രണ്ടുപേരും കൂടി അതിനെ ചുട്ടു തിന്നും. എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കണം നോക്കണം. എല്ലാ ഉടമ്പടി കാലങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും ദൈവം നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നതിൻ്റെ ഓരോ അടയാളങ്ങളും
അതിൻ്റെ വഴികളുമാണ് വരണത്. അപ്പോൾ നിങ്ങൾ പതറുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ തോബിയാസിൻ്റെ സ്വഭാവം കണ്ടില്ലേ? ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ അവർ ഫോൺ വിളിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും പാർട്ടിക്കാരെയല്ല വിളിക്കുന്നത്, ദൂതനെയാണ് നോക്കണത്. മത്സ്യം വന്നപ്പോൾ ദൂതനെ നോക്കി, മത്സ്യത്തെ പിടിച്ച് കരം കിട്ടപ്പോഴും ദൂതനോട് ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ദൂതൻ പറഞ്ഞു അതിൻ്റെ ചങ്കം കരലും പറിക്കണം, അത് സൂക്ഷിച്ച് വെക്കണം, അതുകൊണ്ട് നമുക്ക് പണിയുണ്ട്. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും ആ വിഷയത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളെക്കുറിച്ചും ഒക്കെ നാളെ കാലങ്ങളിൽ ദൈവം നിനക്ക് ഗുണം ചെയ്യും. ഒരു പക്ഷേ ഇന്ന് നിന്നെ എതിർക്കുന്ന വ്യക്തികളാകാം. ഒരിക്കലേ ഞാനേ ഈ ചവിട്ടുനാടക വിജ്ഞാനകോശം എഴുതി. അത് ഞാൻ എൻ്റെ 89 കർത്താവ് ഈ ആധ്യാത്മിക ശുശ്രൂഷ തന്നപ്പോൾ അതിന് കൂടെ തന്നതാണ് സഭയുടെ മിഷണറി കലകളെ പുനരുജ്ജീവിപ്പിക്കുക. മിഷണറി കലകളാണ് ചവിട്ടുനാടകം, പുത്തമ്പാൻ, അമ്മാനം, ദേവാസ്, വെളിപ്പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, അങ്ങനെ കുറേ ഉണ്ട്. 9 കലകളുണ്ട്. അതെല്ലാം മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ആധ്യാത്മിക ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ ഗവേഷണങ്ങൾ, പഠനങ്ങൾ, അവതരണങ്ങൾ, അതുപോലെ തന്നെ കളരികൾ സ്വരൂപിക്കുക, അവരെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ അത് നല്ല ശരിക്കും അമ്മ ഓരോരോ കാലങ്ങളിലും ഹെൽപ്പ് ചെയ്യും. അവസാനം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് ഞാൻ പ്രോജക്റ്റ് അയച്ചപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തിട്ട് കേരളത്തിൽ 2 പേർക്ക് മാത്രം കൊടുക്കാതെ സീനിയർ ഫെലോഷിപ്പ് തന്നു സെൻട്രൽ ഗവൺമെൻറ്. അത് അന്നത്തെ കാലത്ത് അതെനിക്ക് കിട്ടിയിരിക്കുന്നത് 2008 മറ്റെയാണ്. 2008 എനിക്ക് 3 ലക്ഷം രൂപയാണ് തന്നത് സെൻട്രൽ ഗവൺമെൻറ്. ഞാൻ ചെയ്ത വർക്ക് എന്തിനാണ്? ചവിട്ടുനാടക വിജ്ഞാനകോശം. അത് ആ വർക്ക് തീർന്നത് എപ്പോഴാണ്? 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 2013 ആ വർക്ക് തീർന്ന. ആ വർക്ക് തീർന്നപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കണ്ടേ? ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇതിന് എന്തുമാത്രം ഇത് ആദ്യമേ, അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുക ഞാൻ അവിടെ കൊണ്ട് വിസാക്ക് കൊടുത്തു, അപ്പോൾ ഏജൻസിക്ക് ഞാൻ 1 ലക്ഷം രൂപ കൊടുത്തു, പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി ഏജൻസി ഫേക്കാണെന്ന് കണ്ടു. അത് ഉടനെ ഞാൻ കാശ് തിരിച്ചു ചോദിച്ചു, അവർ കുറച്ച് കാശ് തന്നു, പിന്നെ അവർ വിളിച്ചിട്ടെടുക്കണില്ല. നിങ്ങളുടെ കഥ ഇല്ലേ, ആ കഥ പോലെ തന്നെ ഇതുപോലെ ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതം നടത്തുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ മത്സ്യത്തെ കൊല്ലാനുള്ള ബലം നീ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സ്കീംസ് തരികയാണ്. എപ്പോഴും ഓർത്തേനെ, പ്രാർത്ഥിക്കാനുള്ള സ്കീംസാണിത്. എല്ലാ കാര്യവും വിജയിക്കരുത്. എല്ലാ കാര്യവും വിജയിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കത്തില്ല. എല്ലാ കാര്യവും വിജയിച്ചാൽ നിൻ്റെ പദ്ധതി വിജയിക്കും. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല, നിന്നെ ബലമാക്കുകയാണ്. നിന്നെ എന്താണ് അവസാനം ഫിലിപ്പിയർ 4:13 പറഞ്ഞ എന്താണ്? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എന്ന് പറഞ്ഞേ. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം കുറച്ച് കാര്യം നമ്മൾ ചെയ്യാന്നുള്ളതല്ല. ഇപ്പം നമ്മൾ പാർട്ടിയെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ആ കുറച്ച് കാര്യങ്ങൾ നടക്കും അല്ലേ? അപ്പോൾ കുറച്ച് 5 കൊല്ലം കഴിയുമ്പോൾ അവിടെ ഭരണം മാറുകയും ചെയ്യും. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആൾക്കാർ ഇപ്പോൾ പൊന്ന്, പണം, അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ എല്ലാം നമുക്ക് കിട്ടത്തില്ല. അതെപ്പോഴും നമ്മൾ അതുകൊണ്ട് ബൈബിൾ എപ്പോഴും കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ നയിക്കത്തുള്ളൂ. എന്താണ് ഫിലിപ്പിയർ 4:13 എന്താ പറയണത്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറഞ്ഞോളൂ, വായിച്ചോളൂ. സാധിക്കും. അതായത് ദൈവത്തിൽ ആശ്രയം വെച്ചാൽ മാത്രമേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒരു പിന്നി മേടിക്കാൻ ഒരു കടയിൽ പോയി, അവിടെ പിണ്ണാക്കില്ല, പിണ്ണാക്ക് മേടിക്കാൻ പാലം കയറി അപ്പുറത്തെ കടയിൽ പോയി, ഇങ്ങനെ പലയിടത്ത് നടക്കേണ്ടി വരും. പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ കയറുകയാണെങ്കിൽ എല്ലാ സാധനവും അവിടെ ഉണ്ട്. ഇതുപോലെ നമ്മളെ ശക്തീകരിക്കുക എന്ന് പറയുന്ന പോലെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതെന്നാണ് അർത്ഥം. അല്ല, നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം ചില കാര്യങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കും, ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ ആങ്ങളെ വിളിച്ച് പറയും, അവിടെ സംഭവം തെണ്ടും. അതാണ് പ്രശ്നം. ആങ്ങളൊക്കെ കുറച്ച് ഗുണ്ടാപ്പണിയൊക്കെ ഉള്ളതാണ്, കുറച്ച് കഞ്ചാവ് ബിസിനസ്സൊക്കെ ഉള്ളതാണ്. അമ്മായിയമ്മയോടെ പോരും ചില അമ്മായിയമ്മമാരുടെ മേൽമക്കൾ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ആങ്ങളൊക്കെ നിങ്ങളെ കൊട്ടേഷൻ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലേ? ഒരു ദിവസം പത്രത്തെ വന്നാണ് അമ്മായിയമ്മ മരുമകളും കൂടി അടുക്കള പോര്. അപ്പോൾ ജയിക്കാൻ വേണ്ടി അമ്മായിയമ്മ ഒതുക്കാൻ വേണ്ടി പറഞ്ഞാൽ എൻ്റെ ആങ്ങള ആരാണെന്ന് അറിയാമല്ലോ, കൊട്ടേഷനാണ്. നിങ്ങളെ ഞാൻ കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറയും. ആരും നിങ്ങളുടെ മകനെ കൊടുക്കുന്നു പറയും. ആര് അനിയനുണ്ടേ ഭർത്താവിന്, അവൾക്ക് അവൾ കൊടുക്കാൻ വേണ്ടിയല്ല, ജയിക്കാൻ വേണ്ടി പറഞ്ഞാൽ. പക്ഷേ ആധ്യാത്മിക ജയിക്കാൻ വേണ്ടി പോലും അങ്ങനെ ലോകത്തിൻ്റെ ശക്തികളെ നിങ്ങളുടെ അവലംബം വെക്കരുത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ കെട്ടിത്താത്തുന്ന വിഷയമല്ല, ഒരു ജീവിത രീതിയാണ്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാം ചെയ്യാൻ വേണ്ടി നമ്മളെ ശക്തനാക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമായ അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമായ അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ, എൻ്റെ യേശു കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, എൻ്റെ യേശു കൂടെയുള്ളതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഉടമ്പടി കാലത്ത് പ്രത്യേകിച്ച് ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമല്ല, ഒരു ഫങ്ഷനല്ല, അതൊരു ജീവിത രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിലപാടുണ്ട്. ആരാണ് എന്നെ ശക്തനാക്കുന്ന? ആരാണ്? ദൈവം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ മതിലൊരുത്തം മതിൽ പൊളിച്ചു. ഇപ്പം ഇന്നലെ ഇപ്പോൾ ഈ സിലുവിൻ്റെ സാക്ഷ്യത്തിലുണ്ടേ, സിലുവിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഓരോ പാമ്പ് മാറി മാറി കയറണം. ഒരു പാമ്പ് അണലി ഒരു ദിവസം വന്നാൽ അടുത്ത ദിവസം മുറുക്കം വരും, പിന്നെ ചേനത്തണ്ടം വരും, ശംഖുവരയും വരും. ഇങ്ങനെ ഓരോ പാമ്പ് വരികയാണ്. മൊത്തം ഇതിനെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പറ്റണില്ല. ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി വേറെ ആരെയും വിളിച്ച് വരുത്തിയ ഏക്കത്തില്ല ഈ സാധനം. കാര്യം കോംപ്രമൈസ് സ്റ്റോക്കിന് തയ്യാറല്ല ഈ മുറുക്കപ്പാമ്പൊക്കെ, ഒത്തുതീർപ്പിന് തയ്യാറല്ല. അവന്മാർ കയറി വേണമെങ്കിൽ നമ്മുടെ തലേൻ്റെ താഴെ ഇരിക്കും. അപ്പോൾ ഈ ലോകത്ത് കോംപ്രമൈസ് സ്റ്റോക്കിന് തയ്യാറല്ലാത്ത ഒത്തിരിയേറെ ജീവികളും ഈ ജീവിത വിഷയങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന്മാരിൽ ആശ്രയിക്കുമ്പോഴും മരുന്നിൽ ആശ്രയിക്കുമ്പോഴും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. കിഡ്നിയുടെ മരുന്ന് കഴിക്കുന്നതിന് കരളരോഗം ഉണ്ടെങ്കിൽ അതിന് വേറെ മരുന്ന് കഴിക്കേണ്ടി വരും. ആ മരുന്ന് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് എൻ്റെ അത് വരുന്ന വിഷയം വരണത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഈ ദൈവത്തിന് ഒരു ഓപ്ഷൻ നമുക്കില്ല. നിങ്ങൾ ഉടമ്പടിക്കാലം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഓർക്കുക, ഞാൻ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ നിലപാടുകൾ ദൈവവിഹിതമായ നിലപാട് എടുത്തത്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം നിലപാട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യന് 1-ാം സ്ഥാനം കൊടുക്കണമെന്ന് നിലപാട് എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനാണ് പ്രലോഭനമെന്ന് പറയണത്. മനസ്സിലായില്ലേ? അതിന് കർത്താവ് എൻ്റെ മരുന്നെന്താ പറഞ്ഞിരിക്കണത്? അത് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയും. കാര്യം നിങ്ങൾ അങ്ങനെ വന്നാൽ നിങ്ങൾ വീണ് പോകും. അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തിനേക്കാൾ വലിയ ഒരു സംവിധാനത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തെക്കാൾ വലിയ സംവിധാനമാണെന്ന മിഥ്യാധാരണയിൽ നമ്മൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. നമ്മളത് സെക്സായിട്ട് മനസ്സിലാക്കി. സെക്സ് അല്ല പ്രശ്നം. പക്ഷേ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെക്കാൾ നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യമേ അവിടെ നിന്നാണ് ഈ പ്രലോഭനം സ്റ്റാർട്ട് ചെയ്യണത്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ സ്വർണം ചിലപ്പോൾ ദൈവമായിട്ട് വരും. ദൈവം ഇപ്പോൾ ഒരു സ്വർണം നമുക്ക് വാങ്ങിച്ചിട്ട് തരണില്ല അവർ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് നിങ്ങളോട്, വായ്പ വാങ്ങിച്ചതാണ്, പക്ഷെ അവർ വിറ്റ് മാറ്റി, അവർ തന്നില്ല. അവരോട് വിളിച്ച് പറഞ്ഞ് അപ്പോൾ അവർ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടല്ലോ, അവരെ കയ്യിൽ നിന്ന് കുഴപ്പം സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ അവർ പറയണത് എന്താണെന്നറിയാമോ? മേടിക്കാമെങ്കിൽ മേടിക്കാനാണ് പറയണത്. നമ്മുടെയൊക്കെ സ്വർണ്ണം അരിയും തിന്ന് ആശ്വാസത്തിനൊക്കെ അടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറിവുറപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വരുന്ന അനുഭവങ്ങൾ ആ തരവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ 90 ദിവസം കഴിയട്ടെ, നിൻ്റെ കൈയും കാലും ഞാൻ വിട്ടു എന്ന് പറയും. അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ഇതാണ് പ്രലോഭനം എന്ന് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ 90 ദിവസം കഴിയുമ്പോൾ കൈയും കാലും വിടുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഉടമ്പടി ഇപ്പം തന്നെ നിരക്കാൻ തുടങ്ങിയിരിക്കണത്. നിങ്ങൾ ആരാണെന്ന് അറിയാവില്ല, മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവനെ അറിയാവുന്ന. അതാ വിഷയം. 2:24 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. 25. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അതാ പറയാം, വൃത്തിയായിട്ടും വ്യക്തമായിട്ടും അറിയാം. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാര്യത.
നിങ്ങൾ എന്ത് ഉരുപ്പടിയാണെന്നുള്ളതിനെക്കുറിച്ച്, കാതലാണോ വെള്ളയാണോ എന്നുള്ളത് അറിയാൻ പറ്റും. ഈ മരം വിൽക്കുന്ന ആൾക്കാർ വരത്തില്ലേ, അപ്പോൾ അവർ നമ്മൾ ആഞ്ഞിലേക്ക് കാണിക്കുമ്പോൾ പറയും, എൻ്റെ ചേച്ചി ഇത് കൂടെ ഒന്നും കിട്ടത്തില്ല, ഞാൻ 14,000 രൂപ തന്നെ ഞാൻ കൂടുതലാണ് പറഞ്ഞത്, ഇത് മുഴുവൻ വെള്ളയാണെന്ന് പറയും. ചിലപ്പോൾ കള്ളത്തരായിരിക്കും അത് പറഞ്ഞതേ, നമുക്കിപ്പോൾ അത് ലാഭത്തിൽ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ എന്നാലും ശരി, ഒരു വ്യക്തിയെ കാണുമ്പോൾ ദൈവം കാതലാണോ വെള്ളയാണോ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആരായിരിക്കും ദൈവത്തിന് അറിയാം. മനുഷ്യ, അതുകൊണ്ടാണ് 2:25 പറയണത്, എന്താണ് മനുഷ്യനുള്ളത് എന്താണെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. അത് സീരിയസ് നിസ്സാര വിഷയമല്ല. അതായത് ഇതുപോലെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തെ വിട്ടു നിൽക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു ഗോവയെന്ന് ഒരു സഹോദരി വന്ന, അപ്പോൾ ഞാൻ അവരെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി, നോട്ട് റൈറ്റ് എന്ന് തോന്നി. അപ്പം ഞാനിവിടെ രണ്ടാമത് ഇവരുടെ ചീട്ടെടുത്ത് കൂട്ടത്തിൽ നിന്ന് എടുത്ത് രണ്ടാമത് പൊക്കിയെടുത്ത് വായിച്ച് നോക്കിയപ്പോൾ പുതിയ ഉടമ്പടിയാണ്. പുതിയ ഉടമ്പടിക്കാർ ചില NRIക്കാരാണെങ്കിൽ ചിലപ്പോൾ എമർജൻസി ആണെങ്കിൽ അവർ 5 കൊല്ലം കഴിഞ്ഞാലേ പിന്നെ വരത്തുള്ളൂ. അവരച്ഛൻ കാണാൻ ചിലപ്പോൾ അവർക്ക് ഈ വിഷയം സീരിയസ് ആണെങ്കിൽ അനുവദിക്കും, വിഷയം സീരിയസ് ആണെങ്കിൽ അനുവദിക്കും. പക്ഷേ ഇവർ ഗോവക്കാരത്തെയാണ്. ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടി ജീവിക്കണം. ആദ്യം പോയി ഇവർ കത്തോലിക്കരാണെങ്കിൽ പോയി കുമ്പസാരിക്കണം. ആ ഉടമ്പടി ജീവിച്ചിട്ട് 90-ാം പക്കമാണ് തിരിച്ച് വന്നിട്ട് അവർ കാണാൻ പറ്റണമെങ്കിൽ, അത്യാവശ്യമായിട്ട് കാണണമെങ്കിൽ കാണേണ്ടത്. ഇവരങ്ങനെ ഒന്നുമില്ലാതെ നേരെ ഉടമ്പടി എടുത്തിട്ട് നേരെ. അപ്പോൾ ഞാൻ മാനേജറെ വിളിപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ അവിടെ ചതിക്കാനിരിക്കണമെന്ന് ചോദിച്ചു. എന്താ പ്രശ്നം? അപ്പോൾ അയാൾ എന്നോട് പറയണത്, 2 ദിവസമായിട്ട് അമ്മയും മകളും ഇവരെ പുറകെ അടക്കുകയാണ്, അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടാൻ പറ്റപ്പോൾ എന്താ വിഷയം? അപ്പോൾ ഇവിടെ സൂര്യകടായിട്ട് പുള്ളി ചുറ്റെടുത്ത് വരും. അപ്പോൾ ഞാനിവിടെ പിടിച്ചു. എനിക്ക് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും പെശകാണാ പെശകല്ല. ഞാൻ ഈ ചീട്ട് 2ാം വായിച്ച് നോക്കിയപ്പോൾ എന്താ പറ്റുമെന്ന് അറിയാമോ? ഇവരെഴുതി വെച്ചിരിക്കുന്ന കാര്യം, ഇവർ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ 19 കൊല്ലം കഴിഞ്ഞ് അവിടെ മകൻ അവരുടെ ഭർത്താവിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കിട്ടുമെന്ന്. കാര്യം അതിന് കുറേ ചടവ് നിവർത്താനുണ്ട്. കാര്യം ഒന്നാമത്തെ കാര്യം, ആരാണ് ആദ്യം പിരിഞ്ഞതെന്ന് അറിയണം. ഇവളാണ് ഇട്ടച്ചും പോകുന്നത്, അവനാണ് പോകുന്നതെന്ന്. അവനാണ് ഇവളെ ഉപേക്ഷിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നീതിയുടെ പക്ഷം നിൽക്കും. ഒരു നീതിപക്ഷം ഉണ്ടല്ലോ, നമ്മളുള്ള പ്രകൃതമെല്ലാം കാണിച്ചു കൂട്ടിയെങ്കിൽ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം ഉരുത്തി കണ്ട് വായിലോട്ട് വിഴുങ്ങി തരുന്ന നമ്മൾ ആനക്ക് നമ്മൾ പട്ട കൊടുക്കുന്ന വിചാരിക്കണത് നടക്കത്തില്ല, ഒറ്റ നടക്ക് പോകത്തില്ല. ഒന്നാമത്തെ എനിക്ക് അവരോട് സംസാരിക്കാൻ നല്ല തിരക്കായി പോയി, അല്ലെങ്കിൽ ഞാൻ അവരോട് ശരിക്കും സംസാരിച്ചു തരാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ വിഷയം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആര് പറഞ്ഞിട്ടാണ് നീ കൂദാശ ബന്ധം പിരിഞ്ഞത്? നിന്നെ ഉപേക്ഷിച്ചതാണെങ്കിൽ ഓക്കെ, ദൈവത്തെ അറിയാൻ പാലാത്തവർ അങ്ങനെ പല കാര്യം ചെയ്യും. ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാൻ പാലാതെ നടിച്ചുകൊണ്ട് നിൻ്റെ സൗകര്യത്തിന് വേണ്ടി നീ ആ പെങ്കൊച്ചിനെയും വിളിച്ചുകൊണ്ട് അവളെ പോകുന്നേ നേരത്തെ. ഇപ്പം 19-ാമത്തെ വയസ്സിൽ ആങ്കൊച്ചിനെ കൂടി വീട്ടിൽ നിർത്തി വേല എടുപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു അരിശം കൊണ്ട് ആറ്റിച്ചാടുന്നവരെ വേറെ പല അരിശം എടുത്താൽ പിന്നെ അവിടെ പോകാൻ പറ്റത്തില്ല. ഇപ്പോഴെന്ത് 19-ാം വയസ്സിൽ ആ പയ്യനെ കിട്ടണമെന്ന് പറയുകയാണ്. അതിനകത്ത് നീതി ഉണ്ടോ എന്ന് അറിയത്തില്ല. അവനാണ് ഇവളെ ഉപേക്ഷിച്ചെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അകത്തൊരു സ്കോപ്പുണ്ട്. പക്ഷേ അല്ലെങ്കിൽ സ്കോപ്പില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏകപക്ഷീയമായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്, കൊച്ചിനെയും വിളിച്ചിട്ട് പോകുന്നതാണെങ്കിൽ സ്കോപ്പില്ല അതിൻ്റെ അകത്ത്. ഇനി ഇവിടെ സ്കോപ്പ് ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ അയാൾക്ക് മനസ്സലിഞ്ഞ് ചിലപ്പോൾ ഈ കൊച്ചിനെ നിന്നെ അമ്മയ്ക്ക് നിനക്കിഷ്ടമുള്ള പോകാമെന്ന് അവൻ പറഞ്ഞാൽ പോലും ദൈവത്തിരുസന്നിധിയിൽ ഈ സംഭവം ഇങ്ങനെ കിടക്കും. ദൈവത്തെ പോലും മാനിക്കാത്തവരാണ് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, ഡൈവേഴ്സ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു 50% ദൈവത്തെ മാനിക്കാത്തവരാണ്. ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. ഞാൻ 21 വർഷത്തോളം ഈ 89 മുതൽ 2000 ഇപ്പോഴുള്ള 25 വരെ 21 ലക്ഷത്തോളം മനുഷ്യരെ കൗണ്ട് ചെയ്തിട്ടാണ് ഞാൻ പറയണത്. ഡൈവേഴ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചവർ 50% ദൈവഭയം ഇല്ലാത്തവരാണ്. അവരുടെ അപ്പുറത്തെ കാര്യം നടന്നു പോരണം, അല്ലെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. അതിനുവേണ്ടിയാണ്. ഒരിക്കൽ ദൈവത്തെ ഉപേക്ഷിച്ചവർ പിന്നെ എത്ര കടന്ന് മോങ്ങിയാലും ആ ദൈവം നിത്യതയെ പോലെ തിരിച്ചു വരത്തില്ല. പള്ളിയിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്പെൻസേഷനൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ വേറെ കെട്ടാൻ പറ്റുമായിരിക്കും. പക്ഷേ ദൈവത്തിരുസന്നിധി ആ കണക്കെടുപ്പുണ്ട്. കാര്യം എന്താണ്? നീ അന്ന് അമ്മ പറഞ്ഞു, ഇന്നിപ്പോൾ അമ്മ ജീവിച്ചിരിപ്പില്ല, അന്ന് നിന്നെ ചട്ടക്കയറ്റിയ ആൻറ്റിമാരിന്ന് ജീവിച്ചിരിപ്പില്ല, അതെല്ലാം തവള ചാണ പോലെ ചത്ത് ചുവത്തേൽ ഒരു പൊടിയാട് കിടപ്പുണ്ട്. അവരെ നശിപ്പിച്ച ജീവിതമാണ് നിൻ്റെത്.
അവർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ജീവിത പങ്കാളി പിരിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ജീവിത പങ്കാളിയുമായിട്ട് താമസിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നിങ്ങളെ സ്ക്രൂ ചെയ്യുന്നവർ ചിലപ്പോൾ അപ്പനായിരിക്കാം, ചിലപ്പോൾ അമ്മാവനായിരിക്കാം, ചിലപ്പോൾ അനിയത്തിയായിരിക്കാം, ആൻറ്റി ആയിരിക്കാം. ഇവന്മാരെല്ലാം ചത്ത് പാമ്പ് ചാകണ പോലെ ചത്ത് പൊടിയായിട്ട് ഇരിക്കും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അവർ പറഞ്ഞ കേട്ടിട്ട് ഒരിക്കൽ ദൈവത്തെ ഉപേക്ഷിച്ചവരാണ്. ദൈവത്തെ നമ്മൾ ഒരിക്കൽ ഉപേക്ഷിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കൽ ആ ദൈവത്തെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ ദൈവം തിരിച്ചു വരത്തില്ല. ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നില്ലേ ഉള്ളൂ. നിത്യത. ഞാൻ മാതാവിനെ നേരെ ചൊവ്വ കണ്ട ആളാണ്. ഞാൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ദൈവത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായമില്ലാത്തവർ, അടയാളമില്ലാത്തവർ, അനുഭവമില്ലാത്ത ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ആധ്യാത്മികതയിൽ ചിലപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കോംപ്രമൈസും ഒത്തുതീർപ്പും ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കൃപാസനത്തിലാണ് ഉടമ്പടി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടിയുടെ 10,000 ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ ദൈവം വസിക്കുന്ന ഇടത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടാതെ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ അവസാനത്തെ ഓപ്ഷനാണ്. നിങ്ങൾ തിരിച്ചറിയണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ പശ്ചാത്തപിക്കാനുള്ള, ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ.